ഗുഡ് മോർണിംഗ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്രോച്ചസ് ഓഫ് ഫിനാൻസിങ് വർക്കിംഗ് ക്യാപിറ്റലാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, നമുക്ക് ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് ഫണ്ട് കണ്ടെത്താമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിന് മെയിനായിട്ടും രണ്ട് ടൈപ്പാണുള്ളത്, ഷോർട്ട് ടൈം സോഴ്സസും ലോങ് ടൈം സോഴ്സസും. പക്ഷെ അതിന് മുമ്പ് വേറൊരു സോഴ്സസ് ഉണ്ട്, ട്രാൻസാക്ഷണറി സോഴ്സസ്. അതധികം ഹൈലൈറ്റ് ചെയ്ത് പറയാറില്ല, പക്ഷെ അതൊരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിട്ട് പല ഓർഗനൈസേഷനിലും ഫണ്ട് വരുന്ന ഒരു സോഴ്സ് തന്നെയാണ് ഈ ട്രാൻസാക്ഷണറി സോഴ്സസ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റെഗുലർ അല്ലെങ്കിൽ നോർമൽ ബിസിനസ് ഓപ്പറേഷൻസ് ക്യാരി ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ചില ടൈപ്പ് ഓഫ് ഫണ്ടുകൾ നമുക്ക് വരും. ട്രേഡ് ക്രെഡിറ്റ് ഉണ്ട്, അതുപോലെ ഡെഫേർഡ് ഇൻകം ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചില അവസരങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഫ്ലോ ഓഫ് ഫണ്ട് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നതാണ്. ആ സമയത്ത് നമുക്ക് ആ ഫണ്ട് വേറെ ഏതെങ്കിലും പർപ്പസിനായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ടൈപ്പ് ഡിസ്കസ് ചെയ്തു, ഷോർട്ട് ടൈം സോഴ്സസ്. അതിൽ മെയിനായിട്ട് 5 പോയിന്റ്സ് ആണുള്ളത്. അതിൽ 2 നമുക്ക് ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തത് കമേഴ്സ്യൽ പേപ്പർ കഴിഞ്ഞു, രണ്ടാമത്തത് ബോറോയിങ്സ് ഫ്രം കമേഴ്സ്യൽ ബാങ്ക്സ് പറഞ്ഞു. ഇനി അടുത്തതാണ് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷനുള്ള ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇനി അടുത്ത ഷോർട്ട് ടൈം സോഴ്സസ് ആണ് പബ്ലിക് ഡെപ്പോസിറ്റ്സ്. പബ്ലിക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ്സ് റിസീവ് ചെയ്യാം. പബ്ലിക് ഡെപ്പോസിറ്റ്സ് ആർ റേസ്ഡ് ബൈ ദി കമ്പനി ബൈ ഇൻവൈറ്റിംഗ് ദെയർ ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ദ ജനറൽ പബ്ലിക് ടു ഡെപ്പോസിറ്റ് ദെയർ സേവിങ്സ് വിത്ത് ദ കമ്പനി. ആ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിലോ എന്തെങ്കിലും സേവിങ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നോളൂ, അതിന് പകരം ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഈ ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ കമ്പനി എന്ത് സ്വീകരിക്കും, പബ്ലിക് ഡെപ്പോസിറ്റ് സ്വീകരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫണ്ടിന് എമർജൻസി വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കാം, ദേ ആർ റെഡി ടു ആക്സെപ്റ്റ് ദി പബ്ലിക് ഡെപ്പോസിറ്റ്സ് പറയാം. അപ്പോൾ അത് കണ്ടിട്ട് ആരുടെയെങ്കിലും കയ്യിൽ, ആ കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലായിക്കോട്ടെ, എംപ്ലോയീസിൻ്റെ കയ്യിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പബ്ലിക്കിൻ്റെ കയ്യിലായിക്കോട്ടെ, അവരുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് ആ ക്യാഷ് തരും. അത് നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാം. അതിന് റിട്ടേൺ ആയിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ദ മാക്സിമം പീരീഡ് അലൗഡ് ഈസ് 36 months ആൻഡ് മിനിമം പീരീഡ് ഈസ് 6 months. അങ്ങനെ ഇങ്ങനെ പബ്ലിക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ട മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 36 months, മിനിമം പീരീഡ് എന്ന് പറയുന്നത് 6 months. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ ഷോർട്ട് ടൈം സോഴ്സ് ആയിട്ട് വരുന്നത്, പബ്ലിക് ഡെപ്പോസിറ്റ്. പബ്ലിക്കിൽ നിന്ന് കമ്പനിക്ക് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ട് അത് നമ്മുടെ കമ്പനിയുടെ ബിസിനസ്സിന് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. The fourth one is indigenous bankers. Private money lenders and other non-banking financial institutions also provide working capital loans. നമുക്ക് കമേഴ്സ്യൽ ബാങ്ക്സിൽ നിന്ന് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഫിനാൻസ് നമ്മൾ നേരത്തെ പഠിച്ചു, ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മെയിനായിട്ട് 5 ഉണ്ടായിരുന്നു: ക്യാഷ് ക്രെഡിറ്റ്, ലോൺ, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ലാസ്റ്റ് വണ്ണായിട്ട് നമ്മൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പഠിച്ചു. അത് കിട്ടണമെങ്കിൽ ലോട്ട് ഓഫ് ലീഗൽ ഫോർമാലിറ്റീസ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കമേഴ്സ്യൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ലോൺ ഫെസിലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ മറ്റ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ ലോക്കൽ മണി ലെൻഡേഴ്സിൽ നിന്നോ, നമ്മുടെ നാട്ടിലുള്ള ലോക്കൽ മണി ലെൻഡേഴ്സിൽ നിന്നോ നമുക്ക് എന്ത് മേടിക്കാം, ഫണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിജിനസ് ബാങ്കേഴ്സ്. പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ആൻഡ് അതർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ പ്രൊവൈഡ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ്. അപ്പോൾ അതാണ് 4ാമത്തെ ടൈപ്പ് ഓഫ് ഷോർട്ട് ടൈം സോഴ്സ് ആയിട്ട് വരുന്നത്. Then the 5th one is factoring services. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്, അതുകൊണ്ട് ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ല, അടുത്ത സ്ലൈഡിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 5ാമത്തെ ഒരു സോഴ്സ് ഓഫ് ഫണ്ടാണ്, സോഴ്സ് ഓഫ് ഷോർട്ട് ടൈം ഫണ്ടാണ് ഫാക്ടറിങ് സർവീസസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ടും 5 ടൈപ്പ് ഓഫ് ഷോർട്ട് ടൈം സോഴ്സസ് ആണുള്ളത്. ഇന്നലെ നമ്മൾ 2 പഠിച്ചു, കമേഴ്സ്യൽ പേപ്പറും ബോറോയിങ്സ് ഫ്രം കമേഴ്സ്യൽ ബാങ്ക്സും, പിന്നെ പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, ഇൻഡിജിനസ് ബാങ്കേഴ്സ് ഉണ്ട്, ഫാക്ടറിങ് സർവീസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്കിൻ്റെ പേരാണ് ഫാക്ടറിങ് സർവീസസ്. ഫാക്ടറിങ് സർവീസസ്
എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ നമുക്ക് അക്കൗണ്ടിൽ നമ്മുടെ കമ്പനി ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ആരൊക്കെ വരും? ഡെപ്റ്റേഴ്സും വരും, അല്ലെങ്കിൽ ബിൽസ് റിസീവബിളും വരും. നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തിയാൽ മാത്രമേ ഈ രണ്ട് ഐറ്റംസ് വരുള്ളൂ, അല്ലെങ്കിൽ ക്യാഷ് സെയിൽ മാത്രമാണെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സോ ബിൽസ് റിസീവബിളോ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തി കഴിഞ്ഞാൽ നമുക്കിത് വരും. ദെൻ നമുക്ക് അവരൊരു ഡ്യൂ ഡേറ്റ് തന്നിട്ടുണ്ടാവും, 1 മന്തോ 2 മന്തോ 3 മന്തോ. അത് കഴിഞ്ഞാൽ അവരോട് ക്യാഷ് കൊണ്ടു തരാനാണ് പറയുക. അപ്പോൾ അങ്ങനെ ഒരു ഡ്യൂ ഡേറ്റ് കൊടുത്താൽ ആ ഡ്യൂ ഡേറ്റ് വരെ, സപ്പോസ് ഞാൻ കൊടുത്ത ഒരു ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 2 മന്ത് ആണെങ്കിൽ ആ 2 മന്ത്സ് കഴിഞ്ഞിട്ടേ നമുക്ക് ഇന്ന് കിട്ടേണ്ട ക്യാഷ് നമുക്ക് കിട്ടുന്നുള്ളൂ. അതായത് ഇപ്പോൾ സപ്പോസ് ഇന്ന് ജൂലൈ 6-ാം തീയതി ഞാനൊരു സെയിൽസ് നടത്തി, വർത്ത് റുപ്പീസ് 1 lakh റുപ്പീസ് വെറുത്തുള്ള ഒരു സെയിൽസ് നടത്തിയെന്ന് വിചാരിക്കുക. ദെൻ ഞാൻ ക്യാഷ് സെയിൽ മാത്രമേ അലൗ ചെയ്യണമെന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഇന്ന് തന്നെ 1 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ മേടിച്ചാൽ ദെൻ ഇത് നമ്മൾ ക്രെഡിറ്റ് സെയിലാണ് അലൗ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 1 lakh റുപ്പീസ് ഫുള്ളും ക്രെഡിറ്റ് സെയിലാണെങ്കിൽ ഈ 1 lakh റുപ്പീസ് നമുക്ക് എന്നാ കിട്ടുള്ളൂ? 2 മന്ത്സ് ആണ് ക്രെഡിറ്റ് പീരീഡ് നമ്മൾ അലൗ ചെയ്തതെന്ന് വെച്ചാൽ ഈ 1 lakh കിട്ടാനായിട്ട് നമ്മൾ സെപ്റ്റംബർ 6th വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 2 മാസം നമ്മുടെ എമൗണ്ട് ബ്ലോക്ക്ഡാണ്. ഈ 1 lakh റുപ്പീസ് നമുക്ക് ബ്ലോക്ക്ഡാണ്, നമുക്കൊരു ആവശ്യത്തിനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഡ്യൂറിങ് ദിസ് 2 months, ഈ 2 മാസത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ, ക്യാഷിന് എന്തെങ്കിലും ഒരു എമർജൻസി വന്ന് വേറെ ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സർവീസാണ് ഈ ഫാക്ടറിങ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഞാൻ തുടക്കത്തിൽ ഇൻട്രോ ആയിട്ട് പറഞ്ഞേക്കുന്നത്. വെൻ എ ഫേം സെൽസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ക്യാഷ് ഈസ് നോട്ട് റിസീവ്ഡ് ഇമ്മീഡിയറ്റ്ലി. ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ നമുക്ക് ക്യാഷ് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടില്ല. There is a time gap between sale of goods and receipt of cash. അത് ടൈം ഗ്യാപ്പ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ടൈം ഗ്യാപ്പ് എത്രയാണ്? 2 months. The outstanding amount gets blocked for a period. നമ്മുടെ ആ എക്സാമ്പിളിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയായിരുന്നു? 1 lakh rupees. That 1 lakh rupee is blocked for a period of 2 months. 2 മാസത്തിന് 1 lakh റുപ്പീസ് ബ്ലോക്ക് ചെയ്തേക്കാണ്. ദിസ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്സ് ആർ കോൾഡ് ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾ. അതിനെ വിളിക്കുന്ന പേരാണ് ഒന്നല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ. Business enterprises are always looking for selling the debtors for a cash at a discount. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ 2 മാസം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം. ഈ 2 മാസത്തിന് ഇടയിൽ എന്തെങ്കിലും ഫണ്ടിന് റിക്വയർമെൻറ്റ് വന്നാൽ ഇപ്പോൾ ഫേമുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള ഡെപ്റ്റേഴ്സോ അല്ലെങ്കിൽ ബിൽസ് റിസീവബിളോ അറ്റ് എ ഡിസ്കൗണ്ടിന് വേറൊരു ഫേമിന് വിൽക്കുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ വെറുത്തുള്ള ഡെപ്റ്റേഴ്സ് ഉണ്ട്. അതായത് സെപ്റ്റംബർ 6-ാം തീയതി നമുക്ക് എത്ര രൂപ കിട്ടും? 1 lakh റുപ്പീസ് കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ബി പോസിറ്റീവ്. അപ്പോൾ വേറെ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഒരു ബാഡ് പ്രോപ്പർട്ടായിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് എന്തായാലും സെപ്റ്റംബർ 6-ാം തീയതി നമുക്ക് 1 lakh റുപ്പീസ് കിട്ടും. പക്ഷേ അതിന് മുമ്പ് നമുക്കൊരു 1 lakh റുപ്പീസിൻ്റെ റിക്വയർമെൻറ്റ് വന്നു, നമുക്ക് ആ ഫണ്ട് വേറൊരു സ്ഥലത്തൊന്നും മൊബിലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഫേമുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സെപ്റ്റംബർ 6-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാണ്ട് ഈ ബിൽസ് റിസീവബിളോ ഡെപ്റ്റേഴ്സോ എടുത്ത് ഒരു ഔട്ട്സൈഡ് ഏജൻസിക്ക് വിൽക്കുന്നു. അപ്പോൾ അവരത് മേടിച്ചിട്ട് എന്ത് ചെയ്യും? നമുക്ക് ക്യാഷ് തരും അറ്റ് ഡിസ്കൗണ്ട് ആയിട്ട്. അപ്പോൾ 1 lakh റുപ്പീസ് ആണെങ്കിൽ നമുക്ക് 1 lakh റുപ്പീസ് ഒന്നും ഫുള്ളായിട്ട് കിട്ടില്ല. ഇവിടെ 95,000 അല്ലെങ്കിൽ 98,000 ഒക്കെ കിട്ടും. 2 രൂപ അവർക്ക് ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണ്ടേ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ക്യാഷ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ 98,000 കിട്ടിയത് അത്രയ്ക്ക് ആയില്ലെന്ന് വിചാരിച്ച് അവർ ചെയ്യും. ആ സർവീസിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിങ് സർവീസ്. ബിസിനസ് എൻ്റർപ്രൈസസ് ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ സെല്ലിംഗ് ദ ഡെപ്റ്റേഴ്സ് ഫോർ എ ക്യാഷ് അറ്റ് എ ഡിസ്കൗണ്ട്. സച്ച് എ ഫിനാൻഷ്യൽ സർവീസ് ഈസ് നോൺ ആസ് ഫാക്ടറിങ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബിൽസ് റിസീവബിളോ ഡെപ്റ്റേഴ്സോ ഒരു ഔട്ട്സൈഡ് ഏജൻസിക്ക് സെല്ല് ചെയ്യും അറ്റ് എ ഡിസ്കൗണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫാക്ടറി. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻട്രോ ആണ്. അതിൻ്റെ മീനിങ് അടുത്ത സ്ലൈഡിലുണ്ട്, നമുക്ക് നോക്കാം. Next we are going to discuss about the meaning of factoring. Under the introduction meaning ആണ് പറയുന്നത്. It simply refers to the selling of receivables by a firm to another party. അതാണ് സിമ്പിൾ മീനിങ്. അത് തന്നെയാണ് സെല്ലിംഗ് ഓഫ് റിസീവബിൾസ് ഓർ ഡെപ്റ്റേഴ്സ് ഏതെങ്കിലും ആയിക്കോട്ടെ ബൈ എ ഫേം ടു അനദർ പാർട്ടി. നമ്മുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കിടക്കുന്ന ഡെപ്റ്റേഴ്സോ ബിൽസ് റിസീവബിൾ വേറൊരു ഫേമിലേക്ക് അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്ക് വിൽക്കുന്ന പേരാണ് ഫാക്ടറിങ്. ദ ബയ്യർ ഓഫ് ദ റിസീവബിൾ ഈസ് കോൾഡ് ഫാക്ടർ. അപ്പോൾ ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത്, ഔട്ട്സൈഡ് ഏജൻസി അല്ലെങ്കിൽ അനദർ ഫേമിന് കൊടുക്കണില്ലേ, ആ ഫേമിനെ വിളിക്കുന്ന പേരാണ് factor. The buyer of the receivables is called factor. The factor can be a commercial bank or a finance company. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ കമ്പനി ആവാം, ഫിനാൻസ് കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു കമേഴ്സ്യൽ ബാങ്ക് ആവാം. ആരാണോ ഫാക്ടറിങ് സർവീസ് നടത്തുന്നത്,
ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊരു ബിസിനസ് പോലെ തന്നെ നമുക്ക് ഈ ഫാക്ടറിങ് സർവീസ് നടത്താം. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ ബാങ്ക് ആവാം. It is an agreement in which the receivables are sold by a firm to the factor. അപ്പോൾ ബയ്യറിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് പറഞ്ഞു? ഫാക്ടർ എന്ന് പറഞ്ഞു. ഇനി നമ്മളെ വിളിക്കുന്ന പേര്, ഞാനാണ് വിൽക്കുന്നത്, എന്നെ വിളിക്കുന്ന പേര് ക്ലയൻറ്റ്. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിലാണ് 1,00,000 രൂപയുടെ വെർത്തുള്ള ഡെപ്റ്റേഴ്സ് ഉള്ളത്. ഇത് ഞാൻ വേറൊരാൾക്ക് വിൽക്കണം. അപ്പോൾ എന്നെ വിളിക്കുന്ന പേര് ക്ലയൻറ്റും, ഇനി എന്നിൽ നിന്ന് ആരാണോ വാങ്ങുന്നത്, ഞാൻ നിങ്ങൾക്കാണ് വിൽക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ. Then it is an agreement in which the receivables are sold by a firm to factor. ആ ഫേം, അതുകൊണ്ടാണ് ഫേമിനെ വിളിക്കുന്ന പേരാണ് ക്ലയൻറ്റ്. ആരാണോ വിൽക്കുന്നത് അയാൾ വിളിക്കുന്ന പേര് ക്ലയൻറ്റ്, ആരാണോ വാങ്ങുന്നത് അയാൾ വിളിക്കുന്ന പേര് ഫാക്ടർ. ഇറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ഇൻ വിച്ച് ദ റിസീവബിൾസ് ആർ സോൾഡ് ബൈ ക്ലയൻറ്റ് ടു ദ ഫാക്ടർ. After factoring, the factor take possession of the receivables and responsible for collection. അപ്പോൾ ഈ ഫാക്ടറിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഈ റിസീവബിൾസ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ആരുടെ കയ്യിലായിരിക്കും? ഈ ഫാക്ടറുടെ കയ്യിലായിരിക്കും. നമ്മുടെ കമ്പനിയിലെ അസറ്റ് സൈഡിൽ നിന്ന് ആര് പോയി? ഡെപ്റ്റേഴ്സോ ബിൽസ് റിസീവബിളോ പോയി. അതിന് നമ്മുടെ എക്സിറ്റ് സൈഡിൽ ഉണ്ടാവില്ല. അതാര് കൊണ്ടുപോയി? നമ്മുടെ ഫാക്ടറി കൊണ്ടുപോയിട്ട് അയാൾ നമ്മൾ കാശ് മേടിച്ചു. അപ്പോൾ ഡെപ്റ്റേഴ്സ് പോയതിന് പകരം നമുക്ക് ക്യാഷ് വന്നിട്ടുണ്ട്. പക്ഷേ ഡെപ്റ്റേഴ്സ് എന്ന പേരിൽ ഇനി ആ അസറ്റ് ഉണ്ടാവില്ല. ഇത് ആരുടെ കയ്യിലായിരിക്കും? നമ്മുടെ ഫാക്ടറിയുടെ കയ്യിലായിരിക്കും. ഇനി അതിൻ്റെ എല്ലാ ഫങ്ഷൻസും, അതായത് നമ്മൾ സമയത്തിന് അവർക്ക് റിമൈൻഡർ നോട്ടീസ് അയക്കുക, അടച്ചില്ലെങ്കിൽ പിന്നാലെ നടക്കേണ്ട എല്ലാ പണികളും ആർക്കാണ് ഉണ്ടാവുക? ഈ ഫാക്ടർക്കാണ് ഉണ്ടാവുക. അതാണ് പറയുന്നത്. ആഫ്റ്റർ ഫാക്ടറിങ് ദി ഫാക്ടർ ടേക്സ് പൊസഷൻ ഓഫ് ദി റിസീവബിൾ. പൊസഷൻ മീൻസ് അയാളുടെ കയ്യിലായിരിക്കും. ആൻഡ് റെസ്പോൺസിബിൾ ഫോർ കളക്ഷൻ. ആ എമൗണ്ട് നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ 1,00,000 റുപ്പീസിന് വെറുത്തുള്ള ഡെപ്റ്റേഴ്സാണ് ഞാൻ വിറ്റേക്കുന്നത്. എനിക്ക് 98,000 കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അയാളുടെ എത്ര രൂപ വരെ വെറുത്തുള്ളതാണ്? 1,00,000 രൂപ വെറുത്തുള്ള ബിൽസ് റിസീവബിളാണ് ഉണ്ടാവാം. മെച്യൂരിറ്റി ഡേറ്റ് അയാൾക്ക് എത്ര രൂപ കിട്ടും? 1,00,000 രൂപ കിട്ടും. ഡിഫറൻസ് ആയി 2,000 രൂപ അയാളുടെ ലാഭം. ഈ ബിസിനസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടണ്ടേ? അത് അയാളുടെ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പം ഈ 1,00,000 റുപ്പീസ് ഒക്കെ കളക്ട് ചെയ്യേണ്ട ഫുൾ റെസ്പോൺസിബിലിറ്റി പിന്നെ ആർക്കാണ്? ഫാക്ടർക്കാണ്. നമുക്ക് വിറ്റ ഫേമിന് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇറ്റ് ഓൾസോ അണ്ടർടേക്ക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ക്രെഡിറ്റ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് കളക്ഷന് അല്ലെങ്കിൽ കളക്ഷൻ പോളിസിയിൽ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത്. അതിനുള്ള പേപ്പർ വർക്കുകൾ, തന്നെ ഓഫീസ് വർക്ക്, അതൊക്കെ നമ്മൾ നോക്കേണ്ടത് പിന്നെ ആരാണ്? ഫാക്ടറാണ്. കമ്പനിക്ക് അല്ലെങ്കിൽ ക്ലയൻറ്റിന് യാതൊരു ഡ്യൂട്ടിയും ഇല്ല. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിങ്. ആ 4th പോയിൻ്റാണ് അതിൻ്റെ മീനിങ് ആയിട്ട് പഠിക്കേണ്ടത്. ഇറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ഇൻ വിച്ച് റിസീവബിൾസ് ആർ സോൾഡ് ബൈ എ ഫേം ദറ്റ് ഈസ് ക്ലയൻറ്റ് ടു ദ ഫാക്ടർ. നമ്മളെ റിസീവബിൾസ് ക്ലയൻറ്റ് ഫേം ഫാക്ടർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ അഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഫാക്ടറിങ് ദ ഫാക്ടർ ഹാസ് ദ പൊസഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ കളക്ടിങ് ദിസ് എമൗണ്ട്. ആ ഫാക്ടർക്കാണ് അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡെഫിനേഷൻ ഓഫ് ഫാക്ടറിങ്. നമ്മളത് നേരത്തെ മീനിങ് പഠിച്ചു, ഞാൻ ഡെഫിനേഷൻ പഠിക്കണം. ഡെഫിനേഷനാണ് ആദ്യം എഴുതിയേക്കുന്നത്. ഫാക്ടറിങ് മേ ബി ഡിഫൈൻഡ് ആസ് സെല്ലിംഗ് ദ റിസീവബിൾസ് ഓഫ് എ ഫേം അറ്റ് എ ഡിസ്കൗണ്ട് ടു എ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ. ഒരു ഫേമിൻ്റെ കയ്യിലുള്ള റിസീവബിൾസ് അറ്റ് എ ഡിസ്കൗണ്ട്, വില കുറച്ചിട്ട് വേറൊരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷന് സെല്ല് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിങ്. നമ്മൾ നേരത്തെ മീനിങ്ങിൽ പഠിച്ച അതേ മീനിങ് തന്നെയാണ് ഡെഫിനേഷനായിട്ട് പഠിക്കുക. സെല്ലിംഗ് ദ റിസീവബിൾസ് ഓഫ് എ ഫേം അറ്റ് എ ഡിസ്കൗണ്ട് ടു എ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ. The cash from the sale of receivables provide finance to the selling company, that is client. അതായത് ക്ലയൻറ്റിനെ ഇങ്ങനെ ഒരു ഫാക്ടറിങ് സർവീസ് അണ്ടർടേക്കൺ ചെയ്യുമ്പോൾ ആ ക്ലയൻറ്റിനെ ആ സെല്ലിംഗ് കമ്പനിക്ക് എന്ത് കിട്ടും? പ്രൊവൈഡ് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഒരു ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റിനെ അവർക്ക് ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാഷ് ഈ ഫാക്ടറിങ് സർവീസിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ ക്യാഷ് ഫ്രം ദ സെയിൽ ഓഫ് ദി റിസീവബിൾ. ദ ക്യാഷ്, അതായത് ഫാക്ടറിങ് സർവീസിലൂടെ കിട്ടുന്ന ക്യാഷ് പ്രൊവൈഡ്സ് ഫിനാൻസ് ടു ദി സെല്ലിംഗ് കമ്പനി. സെല്ലിംഗ് കമ്പനിക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then the difference between the face value of the receivables and payment from the factor is the profit of the factor. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ആക്ച്വലി എൻ്റെ വർത്ത് എത്രയായിരുന്നു? 1,00,000 റുപ്പീസ് ആയിരുന്നു. പക്ഷേ ഫാക്ടർ നമുക്ക് എത്ര തന്നുള്ളൂ? 98,000 തന്നുള്ളൂ. ആ ഡിഫറൻസ് ആയ 2,000 ആണ് ഫാക്ടറുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ കമ്മീഷൻ.
ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് അയാൾക്ക് കിട്ടുന്ന കമ്മീഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫേസ് വാല്യൂ ഓഫ് ദി റിസീവബിൾസ് ആൻഡ് ദി പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം ഫാക്ടർ. അതായത് നമ്മുടെ റിസീവബിളിൻ്റെ ഫേസ് വാല്യൂ ഫാക്ടർ നമുക്ക് എത്രയാണോ തന്നത് അതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് ഓഫ് ദി ഫാക്ടർ. അതാണ് ആ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ആ ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഫാക്ടറിങ്. ഫാക്ടറിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഇൻവോൾവ് കൺവേർഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻ ടു ക്യാഷ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ക്രെഡിറ്റ് അസറ്റ് നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇറ്റ് ഇൻവോൾവ്സ് കൺവേർഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻ ടു ക്യാഷ്. നമ്മുടെ കയ്യിൽ നമുക്കൊരു അസറ്റിനെ നമുക്ക് ലിക്വിഡ് അല്ലാത്തൊരു അസറ്റിനെ നമുക്ക് എന്താക്കാൻ മാറ്റാൻ പറ്റും? ലിക്വിഡ് അസറ്റായ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ ക്രെഡിറ്റ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ഫാക്ടർ. അതായത് നമ്മൾ ടൈപ്സ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിനെ അസോസിയേറ്റുള്ള റിസ്ക് എല്ലാം നമുക്ക് ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഫാക്ടറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് നമുക്ക് പിന്നെ എന്തിനെ കുറിച്ച് ബോധം ചെയ്യേണ്ട? ഡെപ്റ്റർ എന്ന കോൺസെപ്റ്റ്, ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്ന ആ ടാസ്കിനെ കുറിച്ച് നമുക്ക് ബോധം ചെയ്യേണ്ട കാര്യമില്ല. അത് ഫുൾ ആര് ചെയ്തോളും? ഈ ഫാക്ടറി ചെയ്തോളും. അപ്പോൾ നമുക്ക് മറ്റ് ഏരിയകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഡെപ്റ്റേഴ്സ് മാനേജ്മെൻറ്റ്, നമ്മൾ നേരത്തെ പഠിച്ച റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന ആ പ്രോസസ്സ്, ആ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും. ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ ക്രെഡിറ്റ് ആർ ട്രാൻസ്ഫേർഡ് ടു ദി ഫാക്ടർ. ഇറ്റ് ആക്ട് ആസ് എ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ബയ്യർ ആൻഡ് സെല്ലർ. ഇവിടെ ബയ്യർ ഉദ്ദേശിക്കുന്നത് ക്ലയൻറ്റ് ഡെപ്റ്റർ. അതായത് ഫാക്ടറിങ് കഴിഞ്ഞാൽ പിന്നെ ഈ ബിസിനസ്സിൽ ആദ്യം നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ അതിൽ രണ്ടാൾക്കാരുണ്ടാവുള്ളൂ. ആരൊക്കെയാണ്? സെല്ലറും ബയ്യറും. ഒന്ന് നമ്മളും പിന്നെ ആരാണോ നമ്മിൽ നിന്ന് പ്രൊഡക്റ്റ് ക്രെഡിറ്റിൽ മേടിച്ചത് അയാൾ. അത് ഫാക്ടറിങ് ഇല്ലെങ്കിൽ ഈ രണ്ട് പേരും ഉണ്ടാവുള്ളൂ. ഇനി ഫാക്ടറിങ് നടത്തി കഴിഞ്ഞാൽ ഈ പ്രോസസ്സിൽ 3 ആൾക്കാർ വന്നു. ഒന്ന് ബയ്യർ, ഒന്ന് സെല്ലർ, മൂന്നാമത്തെ ആൾ ഫാക്ടറായിട്ട് വരും. അപ്പോൾ ഈ ഫാക്ടറിങ് നടത്തി കഴിഞ്ഞാൽ ഫാക്ടർ ആക്ട് ആസ് എ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ഈ ബയ്യർ ആൻഡ് സെല്ലർ. ഓക്കെ. After factoring, the selling credit sale process involves 3 parties: buyer, seller and factor. Then after factoring, the factor work as a or act as a intermediary between buyer and seller. ഈ ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും ഇടനിലക്കാരനായിട്ട് നമുക്ക് ആര് വരും? ഈ ഫാക്ടർ വരും. കാരണം അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസൊക്കെ ഡീലിങ്സൊക്കെ പിന്നെ ആരാണ് ചെയ്യുക? ഈ ഫാക്ടറാണ് ചെയ്യുക. സെല്ലർക്ക് പ്രത്യേകിച്ച് ഒരു റോൾ അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദ ബയ്യർ, ദാറ്റ് ഈസ് ക്ലയൻറ്റ് ഡെപ്റ്റർ, ആൻഡ് ദി സെല്ലർ, ദാറ്റ് ഈസ് ക്ലയൻറ്റ്. A factor specializes in handling and collecting receivables. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിതൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് വേറെ ബിസിനസ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു ഫാക്ടറി സർവീസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രിലിമിനറി നോളജൊക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ പ്രിലിമിനറി നോളജൊക്കെ അക്വയർ ചെയ്ത ഒരാളായിരിക്കും ഫാക്ടറി സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അയാൾക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ആളുടെ വർക്ക് കുറച്ചും കൂടി സ്പെഷ്യലൈസേഷൻ ആയിരിക്കും. അയാൾക്ക് എങ്ങനെയാണ് റിസീവബിൾസ് മാനേജ്മെൻറ്റിന് പ്രോപ്പറായിട്ട് അറിയാം, എങ്ങനെയാണ് ഡെപ്റ്റ് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യേണ്ട കളക്ഷൻ പ്രൊസീജിയർ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളത് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അയാളുടെ വർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ കമ്പനിക്ക് കിട്ടാനുള്ള ക്യാഷൊക്കെ ഓൺ ടൈമിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എ ഫാക്ടർ സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ടിങ് റിസീവബിൾസ്. അയാൾക്ക് പ്രോപ്പർ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. എങ്ങനെയാണ് റിസീവബിൾസ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഓൺ ടൈമിൽ ഫണ്ട് കളക്ട് ചെയ്യാനുള്ള ഏതൊക്കെ വേസ് ആണെന്ന് അഡോപ്റ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ടൊരു ഐഡിയ ആർക്കുണ്ടാവും? ഈ ഫാക്ടർക്ക് ഉണ്ടാവും. Then, a factor is responsible for sales accounting, debt collection, credit monitoring, protection from bad debts and rendering advisory services. ഇനി ഈ ഫാക്ടർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? റെസ്പോൺസിബിൾ ഫോർ സെയിൽസ് അക്കൗണ്ടിങ്, ഇതിൻ്റെ പ്രോപ്പർ അക്കൗണ്ട്സ്. ആ ഫാക്ടറിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഡെപ്റ്റേഴ്സിൻ്റെ പൊസിഷൻ ആരുടെ കയ്യിലായിരിക്കും? ഫാക്ടറുടെ കയ്യിലായിരിക്കും. ദെൻ ആഫ്റ്റർ ഫാക്ടറിങ് ഓൾ ദ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ദാറ്റ് ഡെപ്റ്റർ ഷുഡ് ബി മെയിൻറ്റെയിൻ ബൈ ദാറ്റ് ഫാക്ടർ. പിന്നെ അയാളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക. ദെൻ ഡെപ്റ്റ് കളക്ഷൻ, ഓൺ ടൈമിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചെടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഫാക്ടറുടെ ഡ്യൂട്ടിയാണ്.
ക്രെഡിറ്റ് മോണിറ്ററിങ്, അതിനെ കൃത്യമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് സെയിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. എന്നാണ് ഡ്യൂ ഡേറ്റ് ആവുക, എന്നാണ് നമ്മൾ റിമൈൻഡർ ലെറ്റർ അയക്കേണ്ടത്, ഡ്യൂ ഡേറ്റിൽ എത്ര പേര് തരാത്ത ആൾക്കാരുണ്ട്, അവർക്ക് എന്തൊക്കെ ആക്ഷനാണ് നമ്മൾ എടുക്കണം, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തേണ്ടത് ഫാക്ടറിങ് ആണ്. പ്രൊട്ടക്ഷൻ ഫ്രം ബാഡ് ഡെറ്റ്സ്, മാക്സിമം എന്തിനു ട്രൈ ചെയ്യാം, ബാഡ് ഡെറ്റ്സ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ബാഡ് ഡെറ്റ്സ് ഇല്ലാണ്ടാക്കാനായിട്ട് ആര് ട്രൈ ചെയ്യണം, ഈ ഫാക്ടറി ട്രൈ ചെയ്യണം. കാരണം അയാൾക്ക് അതൊരു ബിസിനസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യങ്ങളും അയാൾ ബോധറേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്നും ഏതൊക്കെ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടാണ് അവർ ഡ്യൂ ആക്കിയിട്ടുള്ള എമൗണ്ട് കളക്ട് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അയാൾ ചെയ്തിട്ട് നമ്മുടെ കമ്പനിയുടെ ബാഡ് ഡെറ്റ്സിൻ്റെ എമൗണ്ട് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദെൻ റെൻഡറിങ് അഡ്വൈസറി സർവീസസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ റിസീവബിൾസ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു പ്രിലിമിനറി നോളജ് അക്വയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്കറിയാം എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ റിസീവബിൾസ് മാനേജ്മെൻറ്റ് പെർഫെക്റ്റ് ആക്കുന്നതിന് എന്തൊക്കെ വേസ് ആണുള്ളതെന്നറിയാം. ചിലപ്പോൾ ഒരു ബിസിനസ്മാൻ എന്ന രീതിയിൽ ചിലപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല, പക്ഷേ ഈ ഫാക്ടർ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അയാൾ ചിലപ്പോൾ നമുക്ക് അഡ്വൈസറി സർവീസസ് തരും. ഇന്ന ക്രൈറ്റീരിയകളൊക്കെ ഫിക്സ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്താൽ മതി. നമ്മൾ റിസീവബിൾസ് മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇവാലുവേറ്റിംഗ് ദ അപ്ലിക്കൻസ് പഠിച്ചില്ലേ, ആ ഇവാലുവേഷൻ നടത്തുമ്പോൾ നമ്മൾ കുറച്ച് ക്രൈറ്റീരിയകൾ വെക്കുക. ഒരു ഫിനാൻഷ്യൽ സൗണ്ട് ആയിട്ടുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി എല്ലാവർക്കും ഇങ്ങനെ നിരത്തി പിടിച്ച് ക്രെഡിറ്റ് സെയിൽ കൊടുക്കണ്ട. ഒരു ഇവാലുവേഷനൊക്കെ വെച്ച് അതിനൊരു ക്രൈറ്റീരിയ ഒക്കെ വെച്ച് അത് പാസ്സാവുന്ന കസ്റ്റമേഴ്സിന് മാത്രം ക്രെഡിറ്റ് സെയിൽ അലൗ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാഡ് ഡെറ്റ്സ് കുറയും, നമുക്ക് കുറച്ചും കൂടി റിസീവബിൾസ് മാനേജ്മെൻറ്റ് സ്മൂത്തായിട്ട് പോകണം. അങ്ങനെയുള്ള പലതരത്തിലുള്ള അഡ്വൈസറി സർവീസസും ആര് പ്രൊവൈഡ് ചെയ്യും, ഫാക്ടർ ക്ലയൻറ്റിന്, അതായത് ഫാക്ടർ കമ്പനിക്ക്. ആളുടെ കയ്യിൽ നിന്നാണോ ഈ റിസീവബിൾസ് വാങ്ങുന്നത് ആളുകൾക്ക് ഈ ഫാക്ടർ അഡ്വൈസറി സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. എ ഫാക്ടറി ഇസ് റെസ്പോൺസിബിൾ ഫോർ സെയിൽസ് അക്കൗണ്ടിങ്, ഡെപ്റ്റ് കളക്ഷൻ, ക്രെഡിറ്റ് മോണിറ്ററിംഗ്, പ്രൊട്ടക്ഷൻ ഫ്രം ബാഡ് ഡെറ്റ്സ് ആൻഡ് റെൻഡറിംഗ് അഡ്വൈസറി സർവീസസ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഇസ് ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് റിസീവബിൾസ് മാനേജ്മെൻറ്റ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഫാക്ടറിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഇതൊരു റിസീവബിൾസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ടെക്നിക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഫാക്ടറിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് ഫാക്ടർ. ഒരു ഫാക്ടർ ചെയ്യുന്ന എന്തെല്ലാം ഡ്യൂട്ടികളാണ് ഒരു ഫാക്ടർക്ക് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രൊവിഷൻ ഓഫ് ഫിനാൻസ്. നമുക്കറിയാം ഒരു കമ്പനിക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ ഫണ്ടിന് ഷോർട്ടേജ് ഉള്ളപ്പോഴാണ് ഈ ഫാക്ടറിങ് എന്ന സർവീസ് അവർ ഓപ്റ്റ് ചെയ്യുക. അങ്ങനെ അവർ ഓപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടും, ഇറ്റ് പ്രൊവൈഡ് എ സോഴ്സ് ഓഫ് ഫിനാൻസ്. കമ്പനിക്ക് ആവശ്യമുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യലാണ് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ഫിനാൻസ് അറ്റ് ദ ടൈം ഓഫ് എമർജൻസി. ആ കമ്പനിക്ക് ആവശ്യമുള്ളപ്പോൾ ഇറ്റ് ബിക്കം എ സോഴ്സ് ഓഫ് ഫണ്ട്. നെക്സ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെയിൽസ് ലെഡ്ജർ. നമ്മൾ നേരത്തെ പറഞ്ഞു ആഫ്റ്റർ ഫാക്ടറിങ് ഇതിൻ്റെ പൊസഷൻ ആരുടെ കയ്യിലായിരിക്കും, ഫാക്ടറിയുടെ കയ്യിലായിരിക്കും. അതിനുശേഷമുള്ള എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഡ്യൂ ഡേറ്റ് ശ്രദ്ധിച്ച് റിമൈൻ നോട്ടീസ് അടിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ ആരാണ്, നമ്മുടെ ഫാക്ടറാണ്. അതായത് ഫാക്ടറിങ് നടത്തി ഈ ഡെപ്റ്റേഴ്സ് ഫാക്ടറുടെ കയ്യിലെത്തിയാൽ അതിനുശേഷം വരുന്ന എല്ലാ അക്കൗണ്ട്സ് റിലേറ്റഡ് എല്ലാ ഫങ്ഷൻസും എല്ലാ ഡ്യൂട്ടീസും ആര് പെർഫോം ചെയ്യണം, ഈ ഫാക്ടർ പെർഫോം ചെയ്യണം. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെയിൽസ് ലെഡ്ജർ. നെക്സ്റ്റ് വൺ ഈസ് കളക്ഷൻ ഓഫ് റിസീവബിൾസ്. നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് കറക്റ്റ് സമയത്ത് കറക്റ്റ് എമൗണ്ട് ഫണ്ട് കളക്ട് ചെയ്ത് വെക്കാനുള്ള കളക്ട് ചെയ്ത് വെട്ടിയെടുക്കാനുള്ള എൻറ്റയർ ഡ്യൂട്ടി ആർക്കാണ്, ഈ ഫാക്ടർക്കാണില്ല. ഫേമിന് അല്ലെങ്കിൽ ക്ലയൻറ്റിന് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ഈ ഫാക്ടർ അതിനുള്ള എല്ലാ മെഷേഴ്സും എടുത്ത് അതിനുള്ള പ്രോപ്പർ കളക്ഷൻ പോളിസി ഫോർമേറ്റ് ചെയ്ത് അത് പ്രകാരം നമ്മൾ ഓൺ ഡേറ്റിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചെടുക്കണം. അതാണ് പറയുന്നത് കളക്ഷൻ ഓഫ് റിസീവബിൾ. ദെൻ പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് റിസ്ക്. നമുക്ക് ക്ലയൻറ്റിനെ എല്ലാ തരത്തിലുള്ള റിസ്കിൽ നിന്നും ആളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം മെയിനായിട്ടുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ് ആണുള്ളത്. ആ ബാഡ് ഡെറ്റ്സ് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മെഷേഴ്സും ആരെടുക്കണം, ഈ ഫാക്ടർ എടുക്കണം. നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള എല്ലാ മെഷേഴ്സും എടുത്ത് ഏതൊക്കെ വേസ് അഡോപ്റ്റ് ചെയ്താലും ശരി ഈ കസ്റ്റമർ അല്ലെങ്കിൽ ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ക്യാഷ് കളക്ട് ചെയ്ത് മേടിക്കാനുള്ള എൻറ്റയർ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ഈ ഫാക്ടർക്കാണ്. ദാറ്റ് ഈസ് ഇറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് ദ റിസ്ക് ഓഫ് ബാഡ് ഡെറ്റ്സ് ടു ദ ക്ലയൻറ്റ്. അപ്പോൾ നമുക്ക് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം യാതൊരു റിസ്ക്കും ഇല്ല, എല്ലാം ആരും മാനേജ് ചെയ്തോളും, ഈ ഫാക്ടർ മാനേജ് ചെയ്തോളും. നമുക്ക് ഈ റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് മറക്കാനായിട്ട് പറ്റും.
നെക്സ്റ്റ് വൺ ഈസ് ക്രെഡിറ്റ് മാനേജ്മെൻറ്റ്. ഇവിടെ ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വരുന്ന എല്ലാവർക്കും എന്ത് കൊടുക്കണ്ട, ക്രെഡിറ്റ് സെയിൽ കൊടുക്കണ്ട. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമ്മളെ പറ്റിക്കില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്ക് മാത്രം എന്ത് കൊടുത്താൽ മതി, ക്രെഡിറ്റ് സെയിൽ കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഓരോ കസ്റ്റമറെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ആർക്ക് ഏൽപ്പിക്കാം, ഈ ഫാക്ടറിക്ക് ഏൽപ്പിക്കാം. കാരണം നമ്മളും ആ ഫാക്ടറി നമ്മളൊരു അഗ്രിമെൻ്റ് ഉണ്ടാവും, എനിക്ക് വരുന്ന എല്ലാ ഡെപ്റ്റേഴ്സും നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാമെന്നൊരു അഗ്രിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾക്ക് കൊടുക്കുന്ന ക്രെഡിറ്റ് സെയിൽ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും അയാളുടെ ബിസിനസ്. ഈ നേരത്തെ നമ്മൾ പഠിച്ചോളം നോൺ റീകോഴ്സ് ഫാക്ടറിയാണ് നമ്മൾ അണ്ടർടേക്കൺ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സൊക്കെ പറ്റിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഫാക്ടറിങ് സർവീസ് ബിസിനസ് അടച്ചു പൂട്ടതായിട്ട് വരും. കാരണം അയാൾക്ക് റിസ്ക് ഓഫ് ബാലൻസ് തന്നെ കൂടുതലായിരിക്കും, അയാൾക്ക് അതിൽ നിന്ന് യാതൊരു ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കസ്റ്റമേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ റിസീവബിൾസ് മാനേജ്മെൻറ്റ് ടെക്നിക്സിൽ കുറേ സ്റ്റെപ്സ് പഠിച്ചില്ലേ, അവർക്കുള്ള സ്റ്റാൻഡേർഡ്സ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ 5 C's ക്യാരക്ടർ, കൊളാട്രൽ, കപ്പാസിറ്റി, കണ്ടീഷൻസ് ആൻഡ് ക്യാപിറ്റൽ, ആ 5 C's വെച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പഠിച്ചില്ലേ. ആ ഇവാലുവേഷനൊക്കെ നമുക്ക് ആർക്ക് ഏൽപ്പിക്കാം, ഈ ഫാക്ടറിക്ക് ഏൽപ്പിക്കാം. ഇന്ന ആൾ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്, ഈ ആൾക്ക് ക്രെഡിറ്റ് കൊടുക്കണോ കൊടുക്കണ്ടേ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അയാൾ ഈ 5 C's ഒക്കെ വെച്ച്, ഈ ഫാക്ടറി 5 C's ഒക്കെ വെച്ച് അയാൾ ഇവാലുവേറ്റ് ചെയ്ത് യെസ് ഓർ നോ ഒരു മറുപടി അയാൾ തരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെറുതെ എക്സിക്യൂട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ക്രെഡിറ്റ് സെയിൽ റിലേറ്റഡ് എല്ലാ ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസും ആര് ചെയ്തോളും, ഫാക്ടർ ചെയ്തോളൂ. നെക്സ്റ്റ് വൺ ഈസ് അഡ്വൈസറി സർവീസസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫീച്ചേഴ്സിൽ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ. അഡ്വൈസർ, നമുക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസേഴ്സിനെ നേരത്തെ പറഞ്ഞു. അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഫാക്ടറിങ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും, ഈ റിസീവബിൾസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്ക് ആക്യുറേറ്റ് നോളജ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് മാൻ ആണെന്ന് വിചാരിച്ച് റിസീവബിൾസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് അത്രയ്ക്ക് എക്സ്പെർട്ടിസം ഉണ്ടാവണമെന്നില്ല. പക്ഷെ അങ്ങനെയല്ല, ഫാക്ടറിങ് സർവീസ് നടത്തുന്ന ആൾക്ക് കൃത്യമായിട്ട് അറിവുണ്ടാവും. അപ്പോൾ അയാൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ റിസീവബിൾസ് മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാം, ഇന്ന സ്റ്റാൻഡേർഡ്സൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യാം, ഇന്ന കളക്ഷൻ പോളിസി ചെയ്യാം, ലിബറൽ ക്രെഡിറ്റ് പോളിസി വേണോ, സ്ട്രിക്റ്റ് ക്രെഡിറ്റ് പോളിസി വേണോ, അത് നമ്മൾ അനുസരിക്കാം. ഇത്ര ക്രെഡിറ്റ് ടേംസ് 2 മാസം കൊടുക്കണോ 3 മാസം കൊടുക്കണോ, ഡിസ്കൗണ്ട് കൊടുക്കണോ കൊടുക്കണ്ടേ, ഈ കാര്യങ്ങളൊക്കെയുള്ള അഡ്വൈസസ് നമുക്ക് ആരിൽ നിന്ന് കിട്ടും, ഫാക്ടറിയിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് കുറച്ചും കൂടി ഒന്ന് റിസീവബിൾസ് മാനേജ്മെൻറ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫാക്ടറിയുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഫിനാൻസ് ടു ഫേം. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെയിൽസ് ലെഡ്ജർ, കളക്ഷൻ ഓഫ് റിസീവബിൾസ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് റിസ്ക്, ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്വൈസറി സർവീസസ്. ഓക്കെ, താങ്ക് യു.